Hi all, welcome back to Concept Angle. നമ്മൾ ഇന്നിവിടെ അടുത്ത ടോപ്പിക് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക് കൂളോംസ് ലോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താണ് കൂളോംസ് ലോ? ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ചാർജസ് ഉണ്ട്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് എന്തൊക്കെയാണ് പഠിക്കുന്നത്? ചാർജ് കാരണം ഉണ്ടാവുന്ന ഫീൽഡ്, ഫോഴ്സ്, പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞു അല്ലെ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോണത് ഫോഴ്സ് ആണ്. ഇപ്പൊ രണ്ട് ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ആണ് എന്ത്? കൂളോംസ് ലോ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പറയും കൂളോംസ് ലോ നമ്മൾ രണ്ട് പോയിന്റ് ചാർജസിന് ഇടയ്ക്കുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യണേന്ന്. അപ്പം എന്താണ് പോയിന്റ് ചാർജ്? അപ്പം പോയിന്റ് ചാർജ് എന്താണെന്ന് നിങ്ങൾ അറിയണം. അപ്പൊ രണ്ട് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിന്റെ സൈസിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലുതാണെങ്കിൽ, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ് ആർ വെരി ലാർജ് കമ്പയർഡ് ടു ഇറ്റ്സ് ലീനിയർ സൈസ്, then you can say that അതെന്താണ്? ഒരു പോയിന്റ് ചാർജ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂളോംസ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ രണ്ട് പോയിന്റ് ചാർജിന്റെ ഇടയ്ക്കുള്ള ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ കൂളോംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കൂളോംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് വേരിയേറ്റ് ഇൻവേഴ്സ്ലി as the square of the distance between the charges and directly proportional to the product of magnitude of the two charges acted along the line joining the two charges. എന്താ മനസ്സിലായത്? അപ്പം രണ്ട് ചാർജിനിടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയണത്, അല്ലെങ്കിൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയണത്, ആ രണ്ട് ചാർജിന്റെയും മാഗ്നിറ്റ്യൂഡിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ആ രണ്ട് ചാർജിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്, സപ്പോസ് ഡിസ്റ്റൻസ് r ആണെങ്കിൽ ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായിരുന്നു കൂളോംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ കൂളോംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പറയണതിന് മുമ്പ് ഈ കൂളോം ചെയ്തൊരു എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. ഇപ്പൊ എന്താന്ന് വെച്ചാൽ അദ്ദേഹം രണ്ട് സ്പിയർ എടുത്തു. ആ രണ്ട് സ്പിയർ തമ്മിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്ത് വെച്ചു. ആ ഡിസ്റ്റൻസ് എങ്ങനെയാ സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്റ്റൻസ് ഈ സ്പിയറിന്റെ റേഡിയസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വലുതായിട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് സ്പിയറിന്റെ റേഡിയസിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? കുറച്ചുകൂടെ ലാർജ് ഡിസ്റ്റൻസ് കമ്പയർ ചെയ്തിട്ട് ലാർജ് ഡിസ്റ്റൻസ് ഈ രണ്ട് സ്പിയറിന്റെയും ഡിസ്റ്റൻസ് ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പൊ എന്തായി? ഈ രണ്ട് സ്പിയർ ഏകദേശം എന്തായി? പോയിന്റ് ചാർജസ് പോലെയായി അല്ലെ. ഇനി ചാർജിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ രണ്ട് സ്പിയറിനും എന്ത് ചാർജാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഡിസ്റ്റൻസ് ആദ്യം സെറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സ്പിയറിന്റെ അടുത്ത് വേറൊരു അൺചാർജ്ഡ് സ്പിയർ കൊണ്ടുപോയി വെച്ചു. സേ ദാറ്റ് ആദ്യത്തെ ചാർജ്ഡ് സ്പിയറിലെ ചാർജ് ക്യാപിറ്റൽ ക്യൂ അല്ലെങ്കിൽ ക്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു അൺചാർജ്ഡ് സ്പിയർ, സിമെട്രിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള വേറൊരു അൺചാർജ്ഡ് സ്പിയർ ഈ ചാർജ്ഡ് സ്പിയറിന്റെ അടുത്ത് കൊണ്ടേ വെച്ചപ്പോൾ എന്ത് പറ്റി? സിമെട്രി കാരണം ചാർജ് ട്രാൻസ്ഫർ ആയി രണ്ടിലും Q/2 ചാർജ് വെച്ച് വന്നു. ഓക്കെ, അപ്പം Q ചാർജ് ഉള്ള ഒരു സ്പിയറിന്റെ അടുത്ത് ഒരു അൺചാർജ്ഡ് സ്പിയർ കൊണ്ടേ വെച്ചപ്പം സിമെട്രി കാരണം എന്ത് സംഭവിച്ചു? രണ്ടിലും Q/2 ചാർജ് വെച്ച് കിട്ടി. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് Q/2, Q/4 അങ്ങനെ പോയി. അപ്പൊ എന്താണ്? അങ്ങനെ ചാർജ് വേരി ചെയ്തു, അതുപോലെ തന്നെ ഡിസ്റ്റൻസും വേരി ചെയ്ത് നോക്കി. അങ്ങനെ ചാർജും ഡിസ്റ്റൻസും ഒക്കെ വേരി ചെയ്തിട്ടാണ് എന്ത്? കൂളോംബ് ഈ ഒരു കൺക്ലൂഷനിലോട്ട് എത്തിയത്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു ചാർജസ്, സപ്പോസ് രണ്ട് ചാർജ് Q1, Q2 ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് r ആണെങ്കിൽ എന്താണ് കൂളോംബ് ലോ പറയുന്നത്? കൂളോംസ് ലോ വെച്ചിട്ട് എന്താണ് പറയേണ്ടത്? യെസ്, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു point charges is directly proportional to product of their magnitude. That means product of the magnitude of charges and inversely proportional to the square of the distance between them. So which is inversely proportional to the square of the distance between them. Okay, so F is proportional to product of their magnitudes. Charge in the magnitude in the product Q1, Q2 divided by, it's inversely proportional to the square of the distance between the charges. So F is proportional to Q1, Q2 by R square. In order to remove that proportionality sign, ആ proportionality sign remove ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. That is F is equal to K Q1, Q2 divided by R square. K യുടെ വാല്യൂ എന്താ?
K is a constant and its value K is equal to 1 by 4 pi epsilon 0. Okay, 1 by 4 pi epsilon 0. ഇനി ചാർജിന്റെ രണ്ട് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് 1 കൂളോംബും അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് r എന്ന് പറയുന്നത് 1 ആണെന്ന് ഇമാജിൻ ചെയ്തേ. ദാറ്റ് മീൻസ് Q1 is equal to 1, Q2 is equal to 1 and R is equal to 1. That means 1 coulomb, distance 1 meter ആണെങ്കിൽ എന്തായിരിക്കും? Force of attraction or repulsion between these two charges is equal to എന്താണ്? F is equal to K ആവും and that value is equal to 9 into 10 raised to 9. ഇപ്പൊ എന്താണ് ആ കോൺസ്റ്റന്റ് വാല്യൂ? 1 by 4 pi epsilon 0യുടെ വാല്യൂ എന്താണ്? 1 by 4 pi epsilon 0 is equal to 9 into 10 raised to 9 is the value of this constant K. Okay. ഇനി ഈ എപ്സിലോൺ ഒരു വാല്യൂ ഉണ്ട്. എപ്സിലോൺ എന്താ? എപ്സിലോൺ is the permittivity of free space. Okay. അതിന്റെ വാല്യൂ എന്താണ്? 8.85 into 10 raised to minus 12. That's the value of what? Epsilon 0. Epsilon 0 is the permittivity of free space. Okay. ഇനി കൂളോംബിൽ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. The force between two small charged spheres having charges of 1 into 10 raised to minus 7 coulomb and 2 into 10 raised to minus 7 coulomb placed 20 centimeter apart in air is. അപ്പം രണ്ട് ചാർജസ് ഉണ്ട്. ഏതൊക്കെയാണ്? 1 into 10 raised to minus 7 coulomb and 2 into 10 raised to minus 7 coulomb. അപ്പൊ ഇതെങ്ങനെയിരിക്കുന്നത്? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ചാർജ് Q1, that is 1 into 10 raised to minus 7. Q2, which is 2 into 10 raised to minus 7. What is the distance? Distance is 20 centimeter. Then what will be the force? ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് യൂസ് ചെയ്യാം? കൂളോംസ് ലോ യൂസ് ചെയ്യാം അല്ലേ? അപ്പൊ കൂളോംസ് ലോ വെച്ചിട്ട് F is equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R square. What is 1 by 4 pi epsilon 0? 9 into 10 raised to 9 into what is Q1? Q1 is 1 into 10 raised to minus 7 and Q2 is 2 into 10 raised to minus 7. ഹോൾ ഡിവൈഡഡ് ബൈ. നോക്കി അറിയാം ഡിസ്റ്റൻസ് കിടക്കുന്നത് എങ്ങനെയാണ്? സെന്റിമീറ്ററിലാണ്. നമുക്ക് എന്ത് ചെയ്യണം? SI യൂണിറ്റിലോട്ട് മാറ്റണം അല്ലെ? അപ്പൊ SI യൂണിറ്റിലോട്ട് മാറ്റാന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ് അല്ലെ? അപ്പൊ 20 സെന്റിമീറ്ററിനെ നമ്മൾ എന്താക്കണം? മീറ്റർ ആക്കണം. അപ്പം സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി അല്ലെ? ഇവിടെ പക്ഷെ എന്താണ്? സ്ക്വയർ ആണ് കിടക്കുന്നത്. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, 20 into 20 divided by 100 into 100 ചെയ്താൽ മതി. അപ്പൊ ഇതാണ് കാൽക്കുലേഷൻ വരുന്നത്. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെ വരും? ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ 9 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. എത്ര വരും? 18 into ഇവിടെയോ 10 raised to minus 7, 10 raised to minus 7, 10 raised to minus 14. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു 10 raised to 9 കൂടെ ഉണ്ട്. ഡിവൈഡഡ് ബൈ 20 into 20 എനിക്ക് എങ്ങനെ എഴുതാം? 4 into 10 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. കാര്യം 20 into 20 എന്താ? 400 ആണ്. അപ്പൊ എനിക്ക് 4 into 10 സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇവിടെ ഓൾറെഡി എന്താണ്? ഡിവൈഡഡ് ബൈ എന്താ? 100 into 100 ഉണ്ട് അല്ലെ? അപ്പം ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം? ഇൻറ്റു 10 raised to minus 4 എന്ന് എഴുതാം. കാര്യം ഇത് ഡിവൈഡഡ് ആയിട്ടല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പൊ എനിക്ക് ഇൻറ്റു 10 raised to minus 4 എന്ന് എഴുതാം. ഇനി ഞാൻ ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? 18 into 10 raised to minus 14 plus 9 divided by 4 into 10 raised to minus 2. ശരിയല്ലേ? 10 raised to minus 4 plus into 10 raised to 2 എന്ന് പറഞ്ഞാൽ എന്താ? 10 raised to minus 4 plus 2 എന്ന് വരും. That is 10 raised to minus 2 എന്ന് വരും. So that is equal to 18 by 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? Approximately 4.5. അല്ല, കറക്റ്റ് ആണല്ലേ? 4.5 into 4 ആണ് 18. So 4.5 into 10 raised to minus 14 plus 9 എന്ന് പറഞ്ഞാൽ minus 5. ഈ minus 2 മുകളിൽ പോയി കഴിഞ്ഞാൽ എന്ത് വരും? Into 10 raised to
പ്ലസ് 2 ആവും അല്ലേ? 10⁻² മുകളിലോട്ട് പോയാൽ എന്താവും? 10⁻+2 ആവും. സോ എന്ത് വന്നു? 4.5 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ ഈസ് ദ ആൻസർ. സോ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്താണ്? ന്യൂട്ടൺ ആണ്. എന്ത് വന്നു? 4.5 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ ഈസ് ദ ആൻസർ. മനസ്സിലായോ? അടുത്തായിട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2 point charges of +3 microcoulomb and +4 microcoulomb repel each other with a force of 10 Newton. If each is given in additional charge of 6 microcoulomb, the new force is. അപ്പൊ ആദ്യം എന്തായിരുന്നു? 2 ചാർജസ് ഉണ്ട്, +3 മൈക്രോകൂളോംബും +4 മൈക്രോകൂളോംബും. ഇത് തമ്മിൽ ഒരു സർട്ടൻ ഡിസ്റ്റൻസിൽ വെച്ചേക്കാണ്. ആ സമയത്ത് അവരുടെ ഇടയിലുണ്ടായ ഫോഴ്സ് എത്രയാണ്? 10 ന്യൂട്ടൺ ആണ്. അപ്പൊ നമുക്ക് കൂളോം ലോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? F is equal to 1/4πε0 Q1 Q2 divided by R square, right? അപ്പം 1/4πε0 that is 9 into 10⁻⁹. Then Q1 എന്തായിരുന്നു? 3 മൈക്രോകൂളോംബ്. Q2 എന്താ? ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് അല്ലേ ചാർജിന്റെ എടുക്കുന്നത്. അപ്പൊ എന്താ? 3 മൈക്രോകൂളോംബ്. Then 4 മൈക്രോകൂളോംബ് ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ആ സമയത്തുള്ള ഫോഴ്സ് എന്താന്ന് പറഞ്ഞേക്കുന്നത്? 10 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ ക്വസ്റ്റ്യന്റെ? ഇഫ് ഈച്ച് ഈസ് ഗിവൺ ഇൻ അഡീഷണൽ ചാർജ് ഓഫ് -6 മൈക്രോകൂളോംബ്. ഇപ്പൊ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ചാർജിനോടൊക്കെ എന്ത് ചെയ്തു? -6 മൈക്രോകൂളോംബ് വെച്ചിട്ട് അങ്ങ് ആഡ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ +3യോട് -6 മൈക്രോകൂളോംബ് ആഡ് ചെയ്ത് എന്ത് പറ്റും? ഇപ്പം +3 ഫസ്റ്റ് ചാർജ് എന്തായിരുന്നു? നമ്മുടെ 3 മൈക്രോകൂളോംബ് ആയിരുന്നു. അതിനകത്ത് -6 മൈക്രോകൂളോംബ് ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്രയായി? -3 മൈക്രോകൂളോംബ് ആയി. Q2 എത്രയായിരുന്നു? Q2 4 മൈക്രോകൂളോംബ് ആയിരുന്നു അല്ലെ? 4 മൈക്രോകൂളോംബിനോട് പിന്നെ ഒരു -6 മൈക്രോകൂളോംബ് ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്രയായി? -2 മൈക്രോകൂളോംബായി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പുതിയ ചാർജ് എന്തായി? 3ഉം 2ഉം ആയി അല്ലെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായി? 3ഉം 2ഉം ആയി. അങ്ങനെയാണെങ്കിൽ പുതിയ ഫോഴ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 3ഉം 4ഉം മൈക്രോകൂളോംബ് ആയിരുന്നപ്പം എക്സ്പീരിയൻസ് ചെയ്ത ചാർജ് എന്തായിരുന്നു? 10 ന്യൂട്ടൺ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 3ഉം 2ഉം ആവുമ്പോൾ എത്രയായിരിക്കും വാല്യൂ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പൊ പുതിയ ചാർജ് ഏതൊക്കെയാണ്? പുതിയ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 മൈക്രോകൂളോംബും -2 മൈക്രോകൂളോംബും ആണ്. നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, 9 into 10⁻⁹ into 3 into 2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ഇവിടെ നോക്കിയാൽ നമുക്ക് ഇത്രയും വാല്യൂ, അതായത് 9 into 10⁻⁹ into 3 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 10/4 ന്യൂട്ടൺ എന്ന് എഴുതാലോ. ഈ 4നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് എങ്ങനെ എഴുതാം? 10/4 ന്യൂട്ടൺ എന്ന് എഴുതാലോ. ശരിയല്ലേ? അപ്പം ഞാനിവിടെ 9 into 10⁻⁹ into 3 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? 10/4 എന്ന് എഴുതാം. ശരിയല്ലേ? ഇവിടുന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. നോക്കിയേ, 9 into 10⁻⁹ into 3 ഡിവൈഡ് ബൈ R സ്ക്വയർ ഈസ് ഈക്വൽ ടു 10/4. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വാല്യൂവിനെ, ഇത്രയും വാല്യൂവിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? 10/4 ആയിട്ട് റീപ്ലേസ് ചെയ്യാമല്ലോ. അപ്പൊ പുതിയ ഫോഴ്സിനെ ഞാൻ F' എന്ന് കൊടുത്താൽ എനിക്ക് എങ്ങനെ എഴുതാം? 10/4 ഇൻറ്റു പിന്നെ ഇവിടെ എന്താ ഉള്ള? ഓൾറെഡി ഒരു 2 ഉണ്ട് അല്ലേ? സോ 4 and 2 വിൽ ക്യാൻസൽ. 10/2 വരും. ദാറ്റ് ഈസ് 5 ന്യൂട്ടൺ. ഓക്കെ, അപ്പം -6 മൈക്രോകൂളോംബ് വെച്ചിട്ട് ഈ 2 ചാർജിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഫോഴ്സ് എന്തായി? 10/2 ന്യൂട്ടൺ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ ആയി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കൂളോംസ് ലോ ഇൻ വെക്ടർ നൊട്ടേഷൻ. അപ്പൊ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ കൂളോംസ് ലോയിനെ നമുക്ക് എങ്ങനെയാണ് വെക്ടർ നൊട്ടേഷൻ, കൂളോംസ് ലോയുടെ വെക്ടർ നൊട്ടേഷൻ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പം
നമ്മൾ +1 ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. വെക്ടേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം 2 പോയിന്റ് കൺസിഡർ ചെയ്യുക, 1ഉം 2ഉം. അപ്പം ഈ പോയിന്റിലോട്ട്, അതായത് ഫസ്റ്റ് പോയിന്റിലോട്ട് ഞാൻ ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന വെക്ടറാണ് എന്ത്, അതിന്റെ പൊസിഷൻ വെക്ടർ വിച്ച് ഈസ് റെപ്രസെന്റഡ് യൂസിങ് R1. ഓക്കെ, എന്റെ നൊട്ടേഷനാണ് R1. അതുപോലെ ഒറിജിനിൽ നിന്ന് ഞാൻ നമ്മുടെ സെക്കൻഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന വെക്ടറാണ് എന്ത്, R2. ഓക്കെ ആണല്ലോ, R2. ഇനി ഈ 1ഉം 2ഉം, 1ൽ നിന്ന് 2വിലോട്ടുള്ള വെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു R21, അല്ലെങ്കിൽ ആ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ R21 എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം, ട്രയാങ്കുലർ ലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. R2 മൈനസ് R1 ആണ് എന്ത്, R21 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും R12, 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2വിലോട്ട് പോകുന്ന വെക്ടർ അല്ലേ. അപ്പൊ 1 to 2, അപ്പൊ എങ്ങനെ എഴുതാം, R12 എന്ന് പറഞ്ഞ ഡയറക്ഷൻ എന്തായിരിക്കും, ഇതായിരിക്കും അല്ലെ, R12ന്റെ ഡയറക്ഷൻ. അപ്പൊ R12 എങ്ങനെ എഴുതാം, R1 മൈനസ് R2. അപ്പം ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കൂളോംസ് ലോയിലോട്ട് വരാം. ഓക്കെ, അപ്പം കൂളോംസ് ലോ വെച്ചിട്ട് 2 ചാർജസ്, 2 ചാർജ് Q1 Q2. ഓക്കെ, അപ്പം രണ്ടും സെയിം ചാർജ് ആണെന്ന് വിചാരിക്കുക. ഒന്നില്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ Q1 ചാർജിൽ Q2 കാരണം ഉണ്ടാവുന്ന ഫോഴ്സിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, F12 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ദാ Q1, ഇവിടെ Q1 ഉണ്ട്, Q1 Q2 കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് എന്ത്, F12. അപ്പൊ എന്താണ്, രണ്ടും സെയിം ചാർജ് ആയതുകൊണ്ട്, അതായത് രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഓഫ് കോഴ്സ് എന്തായിരിക്കും, ഫോഴ്സ് എന്തായിരിക്കും, റിപ്പൾഷൻ ആയിരിക്കും അല്ലെ അവിടെ ഉണ്ടാവുക. അപ്പം ഇവിടെ Q2 ഉണ്ടാവുന്ന ഫോഴ്സ് എന്തായിരിക്കും, Q1 കാരണം Q2 ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് എന്ത്, F21. ഓക്കെ ആണല്ലോ, F21. നോക്കിയേ, F12 F21. F12 എന്താണ്, ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്. സിമിലർലി എന്താണ് F21, ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്. ഓക്കെ, സോ F12ഉം F21ഉം. അപ്പം രണ്ടും എന്താണ്, ഞാൻ പറഞ്ഞു രണ്ട് സെയിം ചാർജ് ചെയ്തുകൊണ്ട് റിപ്പൾഷൻ ആണ് ഉണ്ടാവുക അല്ലെ. നമുക്ക് ഈ F21ന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. അപ്പൊ F21ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, F21ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, F21 ഈസ് ഈക്വൽ ടു K into magnitude of Q1 magnitude of Q2 whole divided by ഏത് വെക്ടർ എടുക്കുക, ഏത് ഡിസ്റ്റൻസ് എടുക്കും നമ്മൾ, അതായത് Q1ഉം Q2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണല്ലോ എടുക്കേണ്ടത്. അപ്പൊ എങ്ങനെയായിരിക്കും, റിപ്പൾഷൻ ആയതുകൊണ്ട് നമുക്കറിയാം എങ്ങോട്ടായിരിക്കും, R21. കാര്യം നമ്മൾ ഏതാ നോക്കുന്നത്, ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് ആണല്ലേ നോക്കണത്. സോ F21 ഈസ് ഈക്വൽ ടു KQ1 Q2 ഡിവൈഡഡ് ബൈ R21 ദ ഹോൾ സ്ക്വയർ. ഇനി ഇത്രയും ചെയ്യുന്ന വഴി നമുക്ക് എന്താ കിട്ടുക, ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയല്ലേ. പക്ഷേ ഈ ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണേന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇപ്പൊ നമ്മൾക്ക് ഇപ്പം ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇത് ഇവിടെ എന്താണ് 1ൽ നിന്ന് 2വിലോട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇത് മനസ്സിലാവാനായിട്ട് നമ്മളൊരു കാര്യം കൂടെ ആഡ് ചെയ്യും, എന്താണ്, യൂണിറ്റ് വെക്ടർ അല്ലെ. നമ്മൾ യൂണിറ്റ് വെക്ടർ എന്തിനാ യൂസ് ചെയ്യുന്നത്, ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, യൂണിറ്റ് വെക്ടർ നമ്മൾ എഴുതണം. അപ്പം യൂണിറ്റ് വെക്ടർ എന്താണ് ഇവിടുത്തെ R21 ക്യാപ്. ഇപ്പൊ എന്താ R21 എന്ന് പറഞ്ഞാൽ, എങ്ങനെ ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണേ, R21 ക്യാപ് എന്തായിരിക്കും, ആ വെക്ടറിനെ അതിന്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പം ആ വെക്ടർ R21 ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് വാട്ട്, യൂണിറ്റ് വെക്ടർ. അപ്പം എന്താണ്, സെയിം ഫോഴ്സസ് ആണ്, സെയിം ചാർജസ് ആണ്. അതായത് രണ്ടും സെയിം ചാർജ് ആണെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് ചാർജിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, KQ1 Q2 ഡിവൈഡഡ് ബൈ R21 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ദ യൂണിറ്റ് വെക്ടർ R21 ക്യാപ്. ഓക്കെ, ഇനി ഇത് തമ്മിൽ ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിലോ,
ഇത് Q1 പോസിറ്റീവും Q2 നെഗറ്റീവും ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ Q1 നെഗറ്റീവും മറ്റേത് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു. അപ്പം എന്തായിരിക്കും ഉണ്ടാവുക? Q1 ഉം Q2യുടെ ഇടയിൽ, Q1ന്റെയും Q2ന്റെ ഇടയിൽ അട്രാക്ഷൻ ആയിരിക്കും അല്ലേ ഉണ്ടാവുക. അപ്പം അതും കൂടെ നമുക്കൊന്ന് നോക്കാം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ വരും എന്നുള്ളത്. അപ്പം ഇതുപോലെ തന്നെ Q1 ഉം Q2 ഉം എന്താണ്? ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജസ് ആകുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾ നോക്കിയേ, ഇവിടെ Q1 ഉണ്ട്, Q2 ഉണ്ട്, ഇത് തമ്മിൽ ഓപ്പോസിറ്റ് ചാർജ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? കൂളോംസിലോ എങ്ങനെ എഴുതാം? F21 ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് ഈസ് ഈക്വൽ ടു 1/4πε0, ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് K അല്ലേ? 1/4πε0 മാഗ്നിറ്റ്യൂഡ് ഓഫ് Q1 മാഗ്നിറ്റ്യൂഡ് ഓഫ് Q2 ഡിവൈഡഡ് ബൈ R. എന്തെടുക്കും? ഇവിടെ എങ്ങനെയായിരിക്കും? ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് എന്ന് പറയുമ്പം ഏത് ഡയറക്ഷൻ ആയിരിക്കും വരിക? യെസ്, R12 ആയിരിക്കും വരിക അല്ലേ? R21 ആയിരിക്കില്ല, R12 ആയിരിക്കും വരിക. സോ R12 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു അവിടുത്തെ യൂണിറ്റ് വെക്ടർ, ഇറ്റ് ഈസ് R12 ക്യാപ്പ് ആയിരിക്കും വരിക. ഇപ്പം ഇവിടെ നോക്കിയേ, ഡയറക്ഷൻ മാറിയത് കണ്ടോ? അപ്പം മറ്റേത് റിപ്പൽഷൻ ആയിരുന്നപ്പം രണ്ടും എന്തായിരുന്നു? റിപ്പൽ ചെയ്തിരിക്കുമായിരുന്നു. ഇവിടെ അട്രാക്ഷൻ ആയതുകൊണ്ട് Q21, അതായത് ചാർജ് Q2 ഉണ്ടാവുന്ന ഫോഴ്സ് ഡ്യൂ ടു ദിസ് ഫസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, നമ്മൾ R12 ആണ് എടുക്കേണ്ടത്. സോ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഓക്കെ, ദിസ് ഈസ് ദ വെക്ടർ നൊട്ടേഷൻ ഓഫ് കൂളോംസ് ലോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. ഇപ്പം രണ്ട് ചാർജിനുള്ള കേസൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. കൂളോംസ് ലോ ഡയറക്റ്റ് എടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ചാർജിൽ വേറൊരു ചാർജ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൂളോംസ് ലോ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് F ഈസ് ഈക്വൽ ടു KQ1 Q2 ഡിവൈഡ് ബൈ R² ഒക്കെ കൊടുക്കാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരു ചാർജിനെ സറൗണ്ട് ചെയ്ത് ഒന്നിൽ കൂടുതൽ ചാർജ് ഉള്ള കേസിൽ എങ്ങനെയായിരിക്കും നമ്മൾ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കുക? അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോഴ്സസ് ബിറ്റ്വീൻ ദിസ് മൾട്ടിപ്പിൾ ചാർജസ് എന്നുള്ള കോൺസെപ്റ്റ്. ഇവിടെ നോക്കിയേ, ഫോഴ്സ് ഓൺ എനി ചാർജ് ഡ്യൂ ടു എ നമ്പർ ഓഫ് അതർ ചാർജസ്, അതായത് force on any charge surrounded by number of charges is the vector sum of all the forces on that charge. അതായത് നമ്മൾക്ക് പറഞ്ഞ ആ ഫസ്റ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആര് കാരണം? ബാക്കിയുള്ള എല്ലാ ചാർജസും കാരണം ഇതിനകത്ത് ഉണ്ടാകുന്ന ഫോഴ്സിന്റെ വെക്ടർ സം ആയിരിക്കും എന്ത്? അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഐ റിപ്പീറ്റ്, force on any charge due to number of other charges is the vector sum of all forces on that charge due to the other charges taken one at a time. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചു, Q1. ഇത് ഞാൻ സറൗണ്ട് ചെയ്ത് വേറെ രണ്ട് ചാർജ് ഇരിക്കുകയാണ്, Q2ഉം Q3യും. അപ്പം ഞാനിതിൻ്റെ പൊസിഷൻ വെക്ടർ വരയ്ക്കും. ഇത് ഒറിജിൻ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് R1 ആയിരിക്കും, ഇത് R2 ആയിരിക്കും, ഇതെന്തായിരിക്കും? R3 ആയിരിക്കും. ശരിയല്ലേ? അപ്പം R1, R2, R3. ഇനി ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്, അതായത് Q1 Q2 കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? യെസ്, ഇതായിരിക്കും അല്ലേ? F12. ഇനി ഈ Q1 ഈ Q3 കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q3 എങ്ങനെ എഴുതാം? F13 റിസൾട്ടന്റ് ഫോഴ്സ് അല്ലേ? സോ F13 F12 ശരിയല്ലേ? ഇനി ഈ ഡിസ്റ്റൻസാ Q1 ഉം Q2 ഉം തമ്മിലുള്ളത്. ദിസ് ഈസ് R12 ആൻഡ് ദിസ് ഈസ് R13. ശരിയല്ലേ? സോ R13 R12 നമ്മുടെ ഫോഴ്സസ് F12ഉം F13യും നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എന്തായിരിക്കും ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് Q1 ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ Q2 കാരണം ഉണ്ടായ ഫോഴ്സ് പ്ലസ് ഏതായിരിക്കും? ഈ Q1 കാരണം ഉണ്ടായ ഫോഴ്സ്. ശരിയല്ലേ? അപ്പം ഫോഴ്സ് ഓൺ Q1 ഈസ് ഈക്വൽ ടു എന്താണ്? വെക്ടർ സം ഓഫ് ഓൾ ഫോഴ്സസ് ഡ്യൂ ടു or the individual forces due to this Q3 and Q2. അപ്പൊ ഏതൊക്കെയായിരിക്കും ഇൻഡിവിജ്വൽ ഫോഴ്സസ്? Q3 കാരണം ഉണ്ടായ ഫോഴ്സ് ഏതാണ്? F13 ആണ്. അതുപോലെ തന്നെ നമ്മുടെ Q2 കാരണം ഉണ്ടായ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? F12 ആണ്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്തായിരുന്നു? F13 പ്ലസ്
F12 ആ. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ഒന്ന് എഴുതി നോക്കിയാലോ. അപ്പം F13 എന്താ? F13 എന്ന് പറഞ്ഞാൽ ഇത് R2 ആയിരുന്നു, R3 ആയിരുന്നു. This is R1, this is R12, this is R13, then this force is F12 and this force is F13. ശരിയല്ലേ? ഇപ്പൊ F13 എന്ന് പറഞ്ഞ ഫോഴ്സ് എങ്ങനെ എഴുതാം? 1/4πε0. then ഏതൊക്കെ ഫോഴ്സാ, ഏതൊക്കെ ചാർജസാ? Q1 Q3 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഏത് വരും? R13 അല്ലേ? R13 the whole square into അവിടുത്തെ യൂണിറ്റ് വെക്ടർ R13 ക്യാപ്. ഇനി എന്താ F12 എന്ന് പറയുന്നത്? F12 is the force on first charge due to second charge. That is equal to 1/4πε0 Q1 Q2 divided by R12 the whole square into unit vector in that direction. ഇപ്പൊ എന്തായിരിക്കും ടോട്ടൽ ഫോഴ്സ്? Total force should be the vector sum of all forces on that charge due to the other charges ആണ് അല്ലേ? അപ്പം Q1ലുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ രണ്ടിന്റെയും സം ആയിരിക്കും. സോ എന്താണ്? 1/4πε0 Q1 Q3 ഡിവൈഡഡ് ബൈ R13 the whole square plus R13 cap plus 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12 the whole square into R12 ക്യാപ് എന്ന് വരും അല്ലേ? അപ്പൊ ഇത് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് എങ്ങനെ എഴുതാം? ടോട്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1/4πε0 കോമൺ എടുത്താൽ എങ്ങനെ എഴുതാം? Q1 Q3 by R13 the whole square into R13 cap plus Q1 Q2 divided by R12 the whole square into R12 cap. അല്ലേ? This is the total force acting on this Q1 due to Q2 and Q3. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് നോക്കിയാലോ. 2 ചാർജസ് Q and -3Q. ഇപ്പൊ 2 ചാർജ് ഉണ്ട്, Qവും -3Q. ഫിക്സ്ഡ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് D. D ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുക. Where should a third charge 2Q be placed from A? So ഇത് എയും ഇത് ബിയും ആയിട്ട് കൊടുക്കാം. Such that it will not experience any force. ഇപ്പം എങ്ങനെയാണ്? എയുടെയും ബിയുടെയും അവിടെ 2 ചാർജസ് വെച്ചേക്കാണ്, Qവും -3Qവും. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ D ആണെങ്കിൽ ഇതിന്റെ, അതായത് ഈ പോയിന്റ് എയിൽ നിന്ന് എവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ 2Q ചാർജ് വയ്ക്കാം? സച്ച് എ വേ ദാറ്റ് ദ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ഷുഡ് ബി എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഒരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യാൻ പാടില്ല. അപ്പം ഏത് പൊസിഷനിൽ വയ്ക്കണം എന്നാണ് ചോദിച്ചേക്കണത്. ഇപ്പം 2 ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് D. അപ്പം വേറൊരു ചാർജ് ഉണ്ട് 2Q എന്ന് പറയുന്നത്. ആ 2Q എന്ന് പറയുന്ന ചാർജ് ഈ പോയിന്റ് എയിൽ നിന്ന് എവിടെ വച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് എക്സ്പീരിയൻസ് എനി ഫോഴ്സ്. ഒരു ഫോഴ്സും അത് എക്സ്പീരിയൻസ് ആവാത്ത പോയിന്റ് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആ പോയിന്റിനെ X എന്ന് വിളിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റിനെ എന്തെന്ന് വിളിക്കാം? X എന്ന് വിളിക്കാം. ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ Q ആൻഡ് -3Q വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ 2Qനെ ഇതിന്റെ ഇടയിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലും എന്താ സംഭവിക്കുക? ഇത് തമ്മിലൊരു റിപ്പൾഷനാണ് ഉണ്ടാവുക. അപ്പം റിപ്പൾഷൻ ഈ ഡയറക്ഷനിലായിരിക്കും അല്ലെ? ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ വരിക. ഇവിടെയാണെങ്കിലോ -3Qവും 2Qവും തമ്മിൽ ഒരു അട്രാക്ഷനാണ് വരിക. അപ്പോഴും എന്തായിരിക്കും? ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ആക്ട് ചെയ്യുക. അപ്പം 2 സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവർ തമ്മിൽ ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ക്യാൻസൽ ആയി പോവോ? ക്യാൻസൽ ആയി പോവത്തില്ല അല്ലെ? അപ്പോൾ ഒരിക്കലും എന്താണ്, ഈ പോയിന്റ് Qന്റെയും -3Qന്റെ ഇടയിലല്ല വന്നത്. അപ്പം എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് ഇപ്പുറത്തോട്ടായിരിക്കും വരിക. ഞാനിവിടെ ഒരു പോയിന്റ് അസ്യൂം ചെയ്തു X എന്ന് പറഞ്ഞ്. ആ പോയിന്റിൽ എന്താണ്? എൻ്റെ ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും എന്ന് ഞാൻ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം നോക്കിയേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
നമ്മുടെ കൂളോംസ് ലോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഇവിടെ കൊണ്ടുപോയി 2Q വയ്ക്കുവാണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2Q into Q 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ എന്നാണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താ? ഈ 2Qയും Qയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു x സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? 1/4πε0. ഇത് തമ്മിലുള്ള ചാർജ് ഏതൊക്കെയാ? Q into 3Q. നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആണല്ലോ എടുക്കുന്നത്. ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് എന്ത് വരും? ഇത് d ആണ്, ഇത് x ആണ്. അപ്പൊ എന്ത് വരും? x പ്ലസ് d ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഇനി ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? 1/4πε0 പോകും, ദെൻ Qയും പോകും, പിന്നെ എന്തൊക്കെ പോകും? സോറി, ഇവിടെ 2Q ആണല്ലേ വരുന്നത്. 2Qയും 3Q ഇതിന്റെ ഇടയിലുള്ളതല്ല നമ്മൾ കണ്ടുപിടിക്കണേ. അപ്പൊ 2Qയും പോകും, ദെൻ പിന്നെ എന്ത് പോകും? ഈ Qയും പോകും. ശരിയല്ലേ? ഇപ്പൊ എങ്ങനെ എഴുതാം? 1/x സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/x പ്ലസ് d ദ ഹോൾ സ്ക്വയർ എന്ന് തോന്നുന്നു. ശരിയല്ലേ? 1/x സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/x പ്ലസ് d ദ ഹോൾ സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? 3x സ്ക്വയർ ഈസ് ഈക്വൽ ടു x പ്ലസ് d ദ ഹോൾ സ്ക്വയർ എന്ന് തോന്നുന്നു. എന്താണ്? 3x സ്ക്വയർ ഈസ് ഈക്വൽ ടു x പ്ലസ് d ദ ഹോൾ സ്ക്വയർ. ഇനി ഞാൻ ഒന്ന് മാറ്റിയാണേ. x സ്ക്വയർ ഈസ് ഈക്വൽ ടു x പ്ലസ് d ദ ഹോൾ സ്ക്വയർ. ഞാൻ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ? 3x സ്ക്വയർ ഈസ് ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 2xd പ്ലസ് d സ്ക്വയർ എന്ന് തോന്നുന്നു. ഇനി ഇപ്പുറത്തോട്ട് എടുത്താൽ 3x സ്ക്വയർ മൈനസ് x സ്ക്വയർ മൈനസ് 2xd മൈനസ് minus 2xd minus d square is equal to 0 എന്ന് വന്നു. That is 2x square minus 2xd minus d square is equal to 0. ഇപ്പം ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാണ് അല്ലേ? അപ്പം ax square plus bx plus c എന്നുള്ള ഒരു is equal to 0 എന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നാണ് അല്ലേ? അപ്പം ഞാനതിവിടെ x ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്നാണ്. അപ്പം അതേ ഇക്വേഷൻ ഞാനിവിടെ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? എന്താണ് എയുടെ സ്ഥാനത്ത് കിടക്കുന്നത്? 2 ആണ്. ബിയുടെ സ്ഥാനത്തോ മൈനസ് 2d ആണ് കിടക്കുന്നത്. അതുപോലെ സിയുടെ സ്ഥാനത്തോ മൈനസ് d സ്ക്വയർ ആണ് കിടക്കുന്നത് അല്ലേ? അപ്പം ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് 2d പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് 2d ദ ഹോൾ സ്ക്വയർ മൈനസ് 4ac എന്നല്ലേ? അപ്പം മൈനസ് 4 ഇൻറ്റു എ എന്താ വരുന്നത്? a 2 ആ വരുന്നത്. സി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? മൈനസ് d സ്ക്വയർ ആ വരുന്നത്. സോ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് d സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു എയുടെ വാല്യൂ 2 തന്നെയാണ്. അപ്പം നോക്കിയേ, മൈനസ് 2d പ്ലസ് ഓർ മൈനസ് മൈനസ് 2d മൈനസ് 2d പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4d സ്ക്വയർ പ്ലസ് 8d സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2d പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, ഇവിടെ മൈനസ് 2d അല്ല, ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്. സോ മൈനസ് ഓഫ് മൈനസ് 2d എന്തായി? പ്ലസ് 2d ആയി. സോ പ്ലസ് 2d പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4d സ്ക്വയർ പ്ലസ് d സ്ക്വയർ എന്തെന്ന് എഴുതാം? 12d സ്ക്വയർ എന്ന് എഴുതാം അല്ലെ? 12d സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് വന്നു. സോ 2d പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 12d സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്നായി അല്ലേ നമ്മുടെ ആൻസർ. ഇനി നോക്കിയേ, 2d പ്ലസ് ഓർ മൈനസ് ഇത് പുറത്തെടുത്താൽ
12ന്റെ റൂട്ട് എന്താ? 12 നമുക്ക് റൂട്ട് ഓഫ് 4 into 3 എന്ന് എഴുതാം. അപ്പൊ 2√3 വരും അല്ലേ? അപ്പം 2√3 d സ്ക്വയറിനെ പുറത്തെടുത്താൽ d ആകും. ഹോൾ ഡിവൈഡ് ബൈ 4 എന്ന് വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു d/2 പ്ലസ് ഓർ മൈനസ് √3/2 into d എന്ന് വന്നു. സോ എക്സിന് രണ്ട് വാല്യൂസ് വരും, ഒന്നില്ലെങ്കിൽ d/2 പ്ലസ് √3/2 into d ഓർ d/2 മൈനസ് √3/2 into d എന്ന് വരും. പക്ഷെ നോക്കിയാൽ അറിയാം d/2 മൈനസ് √3/2 into d എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെഗറ്റീവ് വാല്യൂ ആണ് അല്ലേ വരുന്നത്. ഇപ്പൊ നെഗറ്റീവ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ എക്സിന്റെ ഡയറക്ഷൻ ഇപ്പൊ ഇവിടെ രണ്ട് ചാർജസ് q മൈനസ് 3q, ദെൻ ഇവിടെയാണ് നമ്മൾ 2q വെച്ചേക്കണേ. അപ്പൊ ഓൾറെഡി നമ്മൾ എങ്ങോട്ടാ? ലെഫ്റ്റിലോട്ടാണ് എടുത്തേക്കണത്. അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് വരും? ഈ ഡയറക്ഷനിലോട്ട് വരും. എഗെയിൻ എന്താണ്? ക്യൂവിന്റെ മൈനസ് 3q ഇടയ്ക്കാ വരിക. അപ്പൊ എന്ത് പറ്റും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിച്ച് ഈസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ, 0 ആവത്തില്ല. അപ്പൊ നമുക്ക് എടുക്കാവുന്ന വാല്യൂ ഏതേ ഉണ്ടാവുള്ളൂ? പോസിറ്റീവ് വാല്യൂ ഉണ്ടാവുള്ളൂ. സോ ഏതായിരിക്കും വരിക? d/2 പ്ലസ് √3/2 into d എന്ന് വരും അല്ലേ? അല്ലെങ്കിൽ d കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 പ്ലസ് √3/2. d കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് √3/2 എന്ന് വരും. ദിസ് ഈസ് ദ ആൻസർ. അപ്പം ഈ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസിൽ എയുടെ ഇപ്പുറത്തോട്ട് വെച്ചാൽ, അതായത് എയുടെ ഇപ്പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് 0 ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. 4 point charges are placed at corners of a square ABCD of side 10 cm. ഈ സ്ക്വയറിന്റെ സൈഡ് 10 cm ആണ്. 4 പോയിന്റ് ചാർജസ് നമ്മൾ 4 കോർണറിൽ വെച്ചിട്ടുണ്ട്. As shown in the figure, the force on a charge of 1 microcoulomb placed at the center of square is. അപ്പം സെന്റർ ഓഫ് സ്ക്വയറിൽ എന്ത് വെച്ചു? 1 microcoulomb ചാർജ് വെച്ചു. The force on a charge of 1 microcoulomb placed at the center of the square is. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്, ആ ചാർജിൽ ബാക്കി എല്ലാ ചാർജുകളും കൂടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു, ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെക്ടർ സം ആയിരിക്കും അല്ലെ? വെക്ടർ സം ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് ചാർജ് ഡ്യൂ ടു ഓൾ അതർ ചാർജസ് അല്ലെ? ഈ ചാർജിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആര് കാരണം? ഈ ബാക്കി 4 ചാർജ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സിന്റെ വെക്ടർ സം ആയിരിക്കും എന്ത്? ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് 1 microcoulomb. അപ്പൊ നിങ്ങൾ നോക്കിയേ, അപ്പൊ ഞാനിവിടെ ഇത് Q1, Q2, Q3, Q4, അപ്പൊ 4 പോയിന്റ് ചാർജസ് വെച്ചേക്കാന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ അതും ഈ Q2ഉം 1 microcoulomb തമ്മിൽ ഉണ്ടാക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഈ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യണത്, ശരിയല്ലേ? അതുപോലെ നമ്മുടെ Q4ഉം 1 microcoulomb തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. സിമിലർലി നമ്മുടെ Q1ഉം 1 microcoulomb തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. അതുപോലെ Q3 1 microcoulomb തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക, അതായത് ഈ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 1 microcoulomb ചാർജ് ഉണ്ട്, ഇവർ തമ്മിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോക്കിയാൽ എല്ലാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അല്ലെ? ഈ Q4ഉം Q2ഉം തമ്മിലുള്ള ഫോഴ്സ് എന്താവും? ക്യാൻസൽ ആയി പോവും. അതുപോലെ Q1ഉം Q3ഉം തമ്മിലുള്ള ഫോഴ്സും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പൊ എന്തായിരിക്കും അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ടോട്ടൽ ഫോഴ്സ് ഷുഡ് ബി 0. എന്തുകൊണ്ടാണ് 0 ആയത്? നമ്മൾ വെക്ടർ സം ആണല്ലോ എടുക്കുന്നത്. വെക്ടർ സം എടുക്കുമ്പോൾ എന്താണ്? ഡയറക്ഷനും കൂടെ കൺസിഡർ ചെയ്യും. ഇവിടെ എല്ലാ ഫോഴ്സും എന്താണ്? Q2ഉം Q4ഉം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. അതുപോലെ Q1ഉം Q3യോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. സോ ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ദിസ് 1 microcoulomb will be 0. Okay.